കഴിഞ്ഞ വർഷം വളരെ നന്നായിട്ടാണ് ഓണം ആഘോഷിച്ചിരുന്നത്. ഈ വർഷം വളരെ മിനിമലായി ഓണം സെലിബ്രേറ്റ് ചെയ്യാനാണ് മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. ഇസ്ലാമിക അന്തരീക്ഷത്തിൽ നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്. ഓണത്തിന്റെ അടിസ്ഥാനങ്ങളിൽ ആരാധന വരുന്നുണ്ട്. ഹിന്ദു മതത്തിലുള്ള ആളുകളുടെ ആരാധനയുടെ ഒരു ഭാഗമാണ് ഓണം എന്ന് പറയുന്നത്. പിന്നല്ലാതെ ഒരു മുന്നറിയിപ്പ് തരാമെന്ന് വെച്ച് വന്നപ്പോ മനുഷ്യനെ കൊച്ചാക്കുന്നു. അപ്പൊ നമ്മൾ അവരുടെ ആരാധനയിൽ പങ്കെടുക്കുക, മാവേലി വേഷം കെട്ടുക, പൂക്കളിടുക. അതുപോലെ മക്കള് പറഞ്ഞിരുന്നു പട്ടുപാവാട അടിക്കാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനൊക്കെ. അപ്പോ നമ്മൾ തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോ പിന്നെ മക്കൾ എന്താ ചെയ്യാ? മുകുന്ദകൃഷ്ണൻ ഇത് ചെയ്യുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചല്ല. അപ്പോ ഇവിടെ നിങ്ങൾ കേട്ടു, അതായത് ഒരു സ്കൂള്, അതായത് സിറാജുൽ ഉലൂം എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ഹൈസ്കൂൾ, അവിടെ ഓണം ആഘോഷവുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു അറിയിപ്പാണിത്. അപ്പോൾ സ്കൂളിൽ ഓണാഘോഷമൊക്കെ നടക്കാൻ പോകുന്നു. അപ്പോൾ അതിൽ അവിടെയുള്ള ഒരു ടീച്ചറാണ് ഇതേപോലെ ഓണാഘോഷം വരികയാണ്. അപ്പോൾ അത് നമ്മളെ കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്, മറ്റേ ബ്ലൗസ് അടിക്കാൻ കൊടുത്തിട്ടുണ്ട്, ഉടുപ്പ് അടിക്കാൻ കൊടുത്തിട്ടുണ്ട്, അങ്ങനെയുള്ള പല സംഗതികളുണ്ട്. ഇത് നമ്മൾ അധികം പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. നമ്മളിത് ചെയ്താൽ പിന്നെ എങ്ങനെയാണ് കുട്ടികൾക്ക് മതബോധം കിട്ടുക? ഇത് നമ്മൾ ചെയ്യുന്നത് ശരിയല്ല, അതുകൊണ്ട് അവരോടൊന്നും വീട്ടിലേക്ക് വരണ്ട എന്നൊക്കെയുള്ള രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നു. ഈ എങ്ങനെ വൃത്തികെട്ട മാർഗത്തിലൂടെയാണോ ആളുകളെ തോപ്പിക്കുന്നത്? മാർഗം എനിക്ക് പ്രശ്നമല്ല, ലക്ഷ്യമാണ് എന്റെ ഉന്നം. എന്താണ് എന്റെ ലക്ഷ്യം? നമുക്കത് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. നമുക്ക് ഓണവും ക്രിസ്മസും മറ്റു മതങ്ങളുടെ ഫെസ്റ്റിവിറ്റീസ് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പാടുള്ളതല്ല. എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? നമ്മൾ മനസ്സിലാക്കേണ്ടത് റബീഉൽ അവ്വൽ ആയി കഴിഞ്ഞപ്പോ അല്ലെ, റബീഉൽ അവ്വലിൽ നമ്മളൊരു പിരിവേറ്റൊക്കെ ചെന്നാൽ കടക്കാര് എല്ലാ ഹിന്ദുക്കളും എല്ലാ ജാതിക്കാരും പൈസ തരുന്നുണ്ട്. അപ്പൊ അവർ അമ്പലത്തിന്റെ പൂര നടക്കുമ്പോൾ വരും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? കൊടുക്കാക്ക അത് തരാൻ പറ്റൂല, അതിന്റെ ഉസ്താദ് പറഞ്ഞെന്ന് പറയാൻ പറ്റൂലല്ലോ. അവിടെ ഒരു കമ്മ്യൂണൽ റൈറ്റ്സ് വരെ സംഭവിച്ചേക്കാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം? ഒന്ന് ഡിപ്ലോമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കുക എന്ന് പറയില്ലേ? പൂരത്തിന് പിരിവിന് വരുന്ന ആളോട് നമ്മൾ എന്താ പറയാ? പിന്നെ ചങ്ങായി വരേണ്ടി വരും, നിങ്ങൾ ഒന്ന് അകത്തേക്ക് വരും, സ്വകാര്യം പറയണ്ടേ, എന്താണെന്നറിയോ? പിന്നെ പൂരത്തിന് പലരും കൊടുക്കും, ഇതേ നിനക്ക് ചായ കുടിക്കാനാട്ടോ 50 രൂപ കുടിച്ചു, ഇതേക്ക് കൂട്ടണ്ട. ഓന് ഭയങ്കര സന്തോഷം ഉണ്ടാവുള്ളൂ. നിങ്ങൾ പൂരത്തെ സഹായിച്ചിട്ടില്ല, ആ വ്യക്തിയെ സഹായിച്ചത്. എന്നാ പൈസ കൊടുത്തു എല്ലാവരും 10 രൂപ എടുത്തോളിട്ടോ എന്ന് പറഞ്ഞു 5 ആളോട്. മതി, ഓല് ഹാപ്പി ആയി പോയി. എന്റെ പൊന്നടാവേ, ഇവനെ കണക്കൊരു സൈക്കോ നമ്മുടെ നാട്ടിൽ വേറെ ഇല്ല. ഇതാ പറയുന്നത്, ഭ്രാന്തുള്ളവർക്കും ധൈര്യമുള്ളവർക്കും ഒന്നിനെയും പേടിക്കണ്ട. അപ്പൊ ഒരു ക്രിസ്മസ് ആഘോഷം നടക്കാൻ അതിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഓണസദ്യ നടക്കാണ്, കേക്ക് വേഗം ചെന്നിട്ട് ഒരു മുട്ടായി വായിക്കിട്ടിട്ട് പോവാ. പിന്നെ ഇപ്പൊ തിന്നിട്ടുള്ളൂ മുട്ടായി, മധുരം ഇങ്ങനെ നിന്നാ വയ്യ, അതുകൊണ്ടാണ്. നിങ്ങൾ കഴിച്ചിട്ടില്ല? ഉദാഹരണം പറയാം, ഒരു മുട്ടായി കഴിക്കാതെ പോയി നുണ പറയണ്ടേ? നുണ പറയാൻ പാടില്ല, നമ്മളത് പറഞ്ഞുതരില്ല. നുണ പറഞ്ഞോളി എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. നിങ്ങൾ ഒന്നിന്റെ ആൾക്കാരല്ല എന്നൊക്കെ ആദ്യം ഒന്നും പറയണ്ട, പിന്നാണ്ട് തിരിഞ്ഞോളൂ തിരുവടത്താനേ. അപ്പൊ നമുക്കത് പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇസ്ലാമിന്റെ ഹക്കായ വഴിയിൽ നിൽക്കുകയാണ്. സത്യം പറഞ്ഞിട്ട് തന്നെ എന്ത് ചെയ്യുക? നമ്മളതിന്ന് ട്രിക്കിലൂടെ ഒഴിഞ്ഞു മാറണം. അത് നിങ്ങൾക്ക് ഇനി പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എങ്ങനെയാണെന്ന്. നമുക്കത് ലൈവ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. ആകെ ഒരു ദുരന്ത കഥയാണ്. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് ഏത്? സമൂഹം മൊത്തം ഏതെങ്കിലും ഒരു ആഘോഷമായിക്കോട്ടെ, അതിപ്പോ ഇതിപ്പോ മറ്റേ ഓണത്തിന്റെ കാര്യം വന്നപ്പോഴാണ് ഇപ്പൊ ഈ പറഞ്ഞത്. പോട്ടെ, ഒരു സ്റ്റേജിൽ പെൺകുട്ടിക്ക് 10ാം ക്ലാസ്സിൽ പരീക്ഷ ജയിക്കുമ്പോൾ പെൺകുട്ടിക്ക് കയറിയിട്ട് അത് വാങ്ങിക്കാനുള്ള അവകാശമുണ്ടോ? അപ്പോഴും ഇതേപോലെ ഒരു നിയമമായിട്ട് അവർ വന്നു. എങ്ങനെയുണ്ട് സംഭവിക്കില്ലേ? ഇനി അത് പോട്ടെ, ഫുട്ബോൾ ഇവിടെ വേൾഡ് കപ്പ് വന്നപ്പോൾ അവിടെ എന്താണ് ഉസ്താദുമാർ പറഞ്ഞത്? തൊട കാണും, അതുകൊണ്ട് തൊടമേള നിങ്ങൾ കാണാൻ പോകാൻ പാടില്ല, അതുകൊണ്ട് ഫുട്ബോൾ ഹറാം. ഇതല്ലേ നമ്മൾ കണ്ടത്? തെറ്റായ വ്യവസ്ഥിതിക്കെതിരെ ഒരു വ്യക്തിയുടെ പോരാട്ടമാണ്. അപ്പോൾ ഒരു സമൂഹത്തില് മാന്യമായ രീതിയിൽ നിയമപരമായിട്ടുള്ള രീതിയിലുള്ള ഒരു ആഘോഷം പോലും നമുക്കിവിടെ ആഘോഷിക്കാനുള്ള ഒരു അവസരം ഇസ്ലാം വെച്ച് നൽകുന്നില്ല എന്നുള്ളതാണ് അടിസ്ഥാനം. ഇസ്ലാമിൽ 2 ആഘോഷമേ ഉള്ളൂ. അത് ഒന്ന് ചെറിയ പെരുന്നാളും മറ്റൊന്ന് വലിയ പെരുന്നാൾ. 2 ഈദുകൾ ആണ് നമുക്ക് ആകെ കൂടി ഉള്ളത് എന്നാണ് പറയാം. ഇതിനപ്പുറത്തേക്ക് ഈവൻ ഈ നബിദിനം പോലും ഹറാമാണെന്നാണ് പറഞ്ഞു വെക്കുന്നത്. അത് ഒരു വിഭാഗം സുന്നികളൊക്കെ അത് ആഘോഷിക്കും. പക്ഷെ അപ്പോഴും മറ്റേ മുജാഹിദുകൾ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിക്കാർ ചിലപ്പോൾ വേണമെങ്കിൽ ആഘോഷിച്ചെന്നൊക്കെ വരും. അവരങ്ങനത്തെ ടീമാണ്. ഈ തക്കിയ കളിക്കുന്ന ആളുകളാണ്. അത്യാവശ്യ ഘട്ടങ്ങളിൽ ചിലപ്പോൾ നബിദിനം വരെ ആഘോഷിച്ച് കളയും. പോയി കിടപ്പാടോ പോയി
ആ പാട്ടുണ്ടായിരുന്ന മാനവും പോയി. പേപ്പട്ടി മതത്തിൽ ഓണമെന്നല്ല കാഫിറുകളായിട്ടുള്ള ആളുകളുടെ ഇസ്ലാമിൻ്റെതല്ലാതെയുള്ള ഏത് തരം ആഘോഷമായാലും ഇനി ഇസ്ലാമിന്റെ പേരിലായിട്ടുള്ളതാണെങ്കിൽ ബിദ്അത്ത് എന്നൊക്കെ വിളിക്കുന്ന പുത്തനാചാരങ്ങൾ എന്ന് വിളിക്കുന്ന നബിദിനം പോലെയുള്ള ആഘോഷങ്ങൾ പോലും ഹറാമാണ് എന്നിരിക്കെ ഇവിടെ ഈ പറയുന്ന സംഗതികൾ ഇതൊക്കെ പണ്ടേ ഉള്ളതാണ്. പേപ്പട്ടി മതത്തിൽ ഇത്തരം കാര്യങ്ങളെല്ലാം പണ്ടേ ഉള്ളതാണ്. എന്നാ ചെല്ല്. ഓ ഓ ഓ ഓ.